ലേഖനങ്ങളാണ് പലപ്പോഴും ജനങ്ങളെ ആകർഷിച്ചിട്ടുള്ളത്. സ്വാഭാവികമായും ഭരിക്കുന്ന ഭരണകൂടത്തിനെതിരെ അതിൻ്റെ തെറ്റുകുറ്റങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ശക്തമായ ലേഖനങ്ങളിലൂടെയാണ് കലാകൗമുദി അതിൻ്റെ പ്രവർത്തനം മുന്നോട്ട് പോയത്. ആ ഒരു കാരണം കൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും കൂടുതൽ കാലം അധികാരത്തിലിരുന്ന ഒരു ഭരണകർത്താവ് എന്നുള്ള നിലയിൽ ഏറ്റവും അധികം വിമർശിക്കപ്പെട്ടതും മുഖ്യമന്ത്രിയായിരുന്ന കെ കരുണാകരൻ. അതുകൊണ്ട് തന്നെ ഇതിന് വലിയൊരു മാർക്കറ്റ് അന്ന് സമൂഹത്തിലുണ്ടായി. പക്ഷെ അത് വ്യക്തിപരമായിരുന്നില്ല, ഭരണത്തിൻ്റെ തെറ്റുകുറ്റങ്ങൾ കാണിച്ചുകൊണ്ട് ഉള്ള ലേഖനങ്ങളായിരുന്നുണ്ടായി. രണ്ടു കൂട്ടം പരസ്പരം ബഹുമാനിച്ചിട്ടുണ്ട്. വിമർശനത്തിനെ കെ കരുണാകരൻ അംഗീകരിച്ചിരുന്നു, കെ കരുണാകരൻ്റെ വ്യക്തിത്വത്തിനെ എം എസ് മണി അംഗീകരിച്ചു.